ഇഫ്താറിൻ്റെ ഹാളിലെത്തിയതിന് ശേഷം ഇഫ്താറിലേക്കുള്ള പരിപാടി പെട്ടെന്ന് തന്നെ തുടങ്ങി. ഇനി 1 മണിക്കൂറായിട്ടല്ലേ ഉള്ളൂ. നമ്മൾ എല്ലാ ആൾക്കാരും സഹായിക്കുന്നുണ്ട് കേട്ടോ. വന്ന ആൾക്കാരെല്ലാം നമ്മളൊരു വളണ്ടിയറിനെ പോലെ തന്നെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. സത്യമായിട്ട് ഇത് കണ്ടതിന് ശേഷം എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. നമ്മളെ കമ്മിറ്റിയിലുള്ള എല്ലാവരും നല്ല പാങ്ങിൽ അതിശയപ്പെട്ടു. ഇത്ര നല്ല പരിപാടിയാവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഫ്രൂട്ട്സിൻ്റെ കെട്ടെല്ലാം വിതരണം ചെയ്യുമ്പോൾ ഇത് ഇച്ചാവുകയാണ് എൻ്റെ കൂടെ പഠിച്ചത്. ഇച്ചാവ് 2 വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഈ ഭാഷ പിടിക്കൽ. എന്ത് രസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാ മലയാളികളും ഇങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് നോമ്പ് മുറിക്കുന്നത് ഇത് വേറെ തന്നെ ഒരു വൈബാണ്. നോമ്പ് മുറിച്ചതിന് ശേഷം എല്ലാവരും ഓലോടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെ ഓലോടുക്കാനുള്ള സ്ഥലമെല്ലാം കുറച്ച് പരിമിതി ഉണ്ട്. അതുകൊണ്ട് പകുതി ആൾക്കാരും ഓലോടുത്തിട്ടാണ് വന്നിട്ടുണ്ടായത്. ബാക്കി കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി എല്ലാവരും നിന്ന്. ആ സീസണിലും ബാക്കിലിങ്ങനെ എല്ലാവരും നിയന്ത്രിക്കുന്നത്, മുന്നിലെല്ലാം നല്ല കാര്യമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് എല്ലാവരെയും. നിസ്കാരത്തിന് ശേഷം ചെറിയൊരു പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ വന്ന ആൾക്കാരെ കൊണ്ടെല്ലാം ഒന്ന് സംസാരിപ്പിക്കാനും നന്ദി പ്രകടനം നടത്താനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു 10-20 മിനിറ്റുള്ള ഒരു പരിപാടി. ഇത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കൽ. നിസാം മുമ്പിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. ചെറിയൊരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡ് കൊടുക്കുന്നതിലേക്കായി. ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്വയം നിയന്ത്രിതമായിട്ട് അവരെന്നെ നല്ല പാങ്ങിൽ ഇരുന്ന് ലൈനായിട്ട്